പാവപ്പെട്ട മനുഷ്യരുടെ, പാവപ്പെട്ട ദുഃഖിക്കുന്നവരുടെ ആ അവസ്ഥകൾ നമ്മൾക്ക് അറിയാൻ പറ്റണമെന്നതാണ്. അറിയാൻ പറ്റണം. സാധാരണ ഓരോ ഉസ്താദുമാരൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്, സമ്മാനം എന്ന പോലെ അവരത് വാങ്ങിക്കാറുണ്ട്. എനിക്കല്ല ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു ഉസ്താദ് വന്ന്, പ്രശസ്തനായ ഒരു ഉസ്താദാണ്. അദ്ദേഹം വന്നിട്ട് ഒരു കുറേ പ്രാർത്ഥിച്ചിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ രോഗമൊക്കെ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ തലയിണയുടെ ഉള്ളിൽ നിന്ന് ആരോ കൊടുത്തൊരു 50 ഉറുപ്പ്യ മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞത് ആ ഉസ്താദിനെ കൊടുക്കുമെന്ന്. ഉസ്താദിന് കൊടുത്തപ്പോൾ ഉസ്താദ് പറഞ്ഞ്, ഞാൻ ഇതൊന്നും വാങ്ങിക്കാറില്ല, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചതാണ്, ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങളായ ആളുകളുടെ വീട്ടിൽ നമ്മൾ എത്തിയിട്ട് ഇത് ചെയ്യാൻ നിൽക്കണം. ഇന്ന് ഞാൻ വിമർശിക്കല്ല, ആളുകളുടെ ദുആയുടെ നീളം പോലും നീളുന്നത് ആളുകളുടെ വീടിൻ്റെ വലിപ്പം എത്രയെന്ന് നോക്കിയിട്ടാണ്. ഇന്ന് ആളുകളുടെ പ്രാർത്ഥനയുടെ നീളം പോലും നീളുന്നത് എത്ര കുബേരനും എത്ര വലിയ പ്രശസ്തിയുള്ള ആളാണ് നാട്ടിൽ അദ്ദേഹം എന്നതിൻ്റെ പേരിലാണ്. നമ്മൾ അറിയേണ്ടത് പാവപ്പെട്ടവരോടൊപ്പമാണ്. ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പറയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് യാത്രയാണ്. യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര കുടുംബത്തോടൊപ്പമുള്ള യാത്രയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിൽ പാവപ്പെട്ടവരോടുള്ള യാത്രയാണ്. ഞാൻ എന്നെ പുകഴ്ത്തി പറയല്ല, പച്ച പാവങ്ങൾ, കൂലിപ്പണിക്കാരായ ആൾക്കാർ, വാർപ്പും പണിക്ക് പോണവർ, അവിടെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ്. വലിയ ഹോട്ടലിൽ കയറിയിട്ട് മട്ടൺ റാൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു കഴിവ് പഠിച്ചവൻ തന്നിട്ടുണ്ട്, ചെറിയ രീതിയിലെങ്കിലും. അങ്ങനെ അതിങ്ങനെ കൊടുക്കുമ്പോൾ ആ സമയത്ത് അവർ ആർത്തിയോടുകൂടി ഒരു കഴിക്കലുണ്ട്. ഇതേമാതിരി ഏതെങ്കിലും റിസോർട്ട് പോയിട്ട് അവരെയും കൊണ്ട് നിൽക്കുമ്പോൾ അവർക്കൊരു സന്തോഷം വരാണ്ട്. ഈ പണക്കാരായ ആൾക്കാരെ പിന്നാലെ നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എല്ലാ പണക്കാരും ക്ഷമിക്കണേ, നിങ്ങളെല്ലാവരും ആദരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ. കാരണം അവർ അപ്പുറത്തുനിന്ന് കഴിച്ചിട്ട് ഇപ്പുറത്തുനിന്ന് കഴിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തുനിന്ന് കഴിച്ചിട്ടായി വരുന്നത്. പാവപ്പെട്ടവരെന്ന് ശ്രദ്ധിക്കാൻ ആളുകളില്ലാതെ പോവാണ്. അതുകൊണ്ട് പാവപ്പെട്ടവരോടൊപ്പം നമ്മൾ ഉണ്ടാകണം. പാവപ്പെട്ടവരുടെ നൊമ്പരങ്ങൾ അറിയാൻ നമ്മൾ ഉണ്ടാകണം. ചിലപ്പോൾ പൈസക്കാരോടെ ഉണ്ടാവും ഇങ്ങനത്തെ കുട്ടികൾ. ഓട്ടിസം ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, കുറേ സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുള്ള യൂറോപ്പിലും അതേപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങളിലും. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അറബ് കുട്ടികൾക്കും ഒരുപാട് ഇത് വരുന്നുണ്ട്, യൂറോപ്പിലും ധാരാളം മക്കൾക്ക് ഇത് വരുന്നുണ്ട്. എന്താണ് കാരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ വലിയ സമ്പന്നർ, അതിസമ്പന്നർ, അവരും കുട്ടികളെ കൊണ്ട് ഇടങ്ങാറായിക്കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്ന പിന്നെ നമുക്കിതൊക്കെ കഴിയുമല്ലോ. ചില ആളുകൾ വിചാരിക്കും കിഡ്നി നഷ്ടപ്പെട്ടാൽ എന്താ 35 ലക്ഷം രൂപ വേണ്ടേ, അത് പോരെ, വേണ്ടേ എന്ന് പാവങ്ങൾ ചിന്തിക്കുമ്പോൾ അത് പോരെ, 35 ലക്ഷം ഉറുപ്പിക എടുത്തതൊക്കെ മാറ്റിക്കാലോ എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടാവും. തെറ്റാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എറണാകുളത്തുകാരൻ. അദ്ദേഹത്തിന് വലിയ ഫാക്ടറിയൊക്കെ ഉള്ള ആളാണ്. കിഡ്നിയുടെ അസുഖം വന്ന് കിഡ്നി മാറ്റിക്കാൻ 35 ലക്ഷം അല്ല 350 കോടി ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് മാറ്റിവെക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയോ? ബോഡി സ്വീകരിക്കണം. ആക്സെപ്റ്റ് ചെയ്യാത്ത ബോഡിയാണെങ്കിൽ എത്ര ആയിരം കോടി ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് സമ്പന്നരായ ആളുകൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കുക, നമ്മളിത് തകർന്നു പോയാൽ നമ്മൾ വിചാരിക്കേണ്ട ഒരിക്കലും ഇത് 35 ലക്ഷം ഉറുപ്പിക ഉണ്ടായ മാറ്റിയേക്കാന്ന്. 350 കോടി വരെയുള്ള ആൾക്കാർക്ക് വരെ ഇത് മാറ്റിയേക്കാൻ പറ്റണില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബോഡി സ്വീകരിക്കണം. അതുകൊണ്ട് പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരം വരുന്ന ഒരു കാര്യത്തിൻ്റെ പേരും കൂടിയാണ് ദയ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ അമിതമായി പ്രസംഗിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കുട്ടികളിൽ നിന്ന് തുടങ്ങി. അവസാനിപ്പിച്ചു കൊള്ളട്ടെ, ഇവിടെ ഇനിയും പ്രഭാഷകർ പ്രസംഗിക്കാനുണ്ട്. കുട്ടികളിൽ നിന്ന് തുടങ്ങുകയാണ്. എന്താണ് ഈ മൾട്ടിപ്പിൾ ലെവലിലെ സെൻസർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്ക് പച്ച കണ്ടാൽ അറിയാം, നമുക്ക് ചുവപ്പ് കണ്ടാൽ അറിയാം, നമുക്ക് വായിക്കാൻ അറിയാം, നമുക്ക് സെൻസ് ഉണ്ട്, ഇത് ഇന്നതാണെന്ന് പറയാൻ. ഈ സെൻസ് ഇല്ലാത്ത ആളുകൾക്ക് ആ സെൻസിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണിത്. തൊടുന്ന സമയത്ത് ഇത് ഇന്നതാണെന്ന് തോന്നിക്കണം അവർക്ക്, കാണുന്ന സമയത്ത് ഇന്നതാണെന്ന് തോന്നിക്കണം അവർക്ക്. ഒരു പക്ഷേ തീരെ സെൻസ് ഇല്ലാത്തൊരു കുട്ടിയോട് തത്തയെ കാണിച്ചു കൊടുത്തിട്ട് വേറെന്തെങ്കിലും പറഞ്ഞാൽ തത്തയാണെന്ന് തന്നെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ഈ അസുഖം നമ്മൾ വിചാരിക്കാതെ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനം എന്നാണ്. നിങ്ങൾക്കറിയോ, ഡിമെൻഷ്യ എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. ഇതേപോലെ തന്നെ എന്തുണ്ട്, ഇതേപോലെ തന്നെ അൽഷമസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. വലിയ വലിയ ആൾക്കാർക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വന്നിട്ടുണ്ട്. വാജ്പേയി മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് വന്ന അസുഖം അതാണ്. അവസാന സമയത്ത് സ്വന്തം മക്കളെ, അദ്ദേഹം പിന്നെ ഭാര്യ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം മക്കളെ നോക്കിയിട്ട് നീ ആരാണെന്ന് ചോദിക്കുന്നൊരവസ്ഥയുണ്ടാകും. ആ അവസ്ഥയിൽ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാകില്ല കേട്ടോ. ഇതുപോലത്തെ ചെറുപ്പക്കാരായിരിക്കും അന്ന് നേതൃത്വം കൊടുക്കുക. കാരണം ഇന്ന് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ വാപ്പങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നപ്പോ അതെന്താ വാപ്പാന്ന് ചോദിച്ചപ്പോ മോനെ അത് കാക്കയാണ്, ഇതെന്താ വാപ്പാന്ന് ചോദിച്ചപ്പോ മോനെ അത് ഇന്നതാണ്. 1000 ചോദ്യങ്ങൾക്ക് 10,000 മറുപടി നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും നമുക്ക് തന്നിരുന്നു. പക്ഷേ കാലങ്ങൾ കുറെ കഴിയുമ്പോൾ
വയസ്സായൊരു മൂലയിൽ ഇരിക്കുമ്പോൾ ഇതേ വാപ്പ തന്നെ ആ മോനോട് എന്താണ്ടാ ഇരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ അത് കാക്കയാണപ്പ എന്ന് പറയും. പിന്നെയും കുറെ കഴിഞ്ഞ് ചോദിച്ചാൽ നിങ്ങളോടല്ലേ നേരത്തെ പറഞ്ഞത് അത് കാക്കയാണെന്ന് പിന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണോ? മകന്റെ ഭാവം മാറും. കാരണം പിതാവ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഞാനിങ്ങനെ ഇതതിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും പറഞ്ഞോട്ടെ, ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട തഹാനി അടക്കമുള്ള ആളുകൾ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഉമ്മമാർ എപ്പോഴും കുട്ടികളെ ഒപ്പമെത്താൻ വേണ്ടി പഠിപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ ആരും താഴ്ത്തല്ല കേട്ടോ, കാരണം ഒക്കത്താ വെക്കുക, ഒരുപോലെ കാണണേ, ഞാൻ കാണുന്നതൊക്കെ കാണണേ, ഞാൻ ചെയ്യണതൊക്കെ ചെയ്യണേ, ഞാൻ കാണുന്നതൊക്കെ കേൾക്കണം, ഞാൻ കാണുന്നതൊക്കെ കാണണം, നീ കേൾക്കണതൊക്കെ കേൾക്കണം, ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തോളത്തിട്ടുകൊണ്ട് നടക്കും. വാപ്പമാരെപ്പോഴും ഇനി ഇതിനെ കൊണ്ടുപോയി കണ്ട് എന്താക്കരുത്, ജെൻഡർ ന്യൂട്രാലിറ്റി സാധനങ്ങൾ എന്ന് പറയരുത് കേട്ടോ, ഞാൻ വേറൊരു ആശയം പറയാൻ. എന്ന് വെച്ചാൽ നേരെ വാപ്പാരെ എവിടെയാ കുട്ടികളെ ചുമക്കുക എന്നറിയോ? കാലിങ്ങനെ ആക്കിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് നടത്തണ്ട്. മോനെ, ഞാൻ കാണാത്തതും നീ കാണ്, ഞാൻ കേൾക്കാത്തതും നീ കേൾക്ക്, ഞാൻ എത്താത്തിടത്തും നീ എത്ത്. അത് ഓരോ പിതാവിൻ്റെയും ഗദ്ഗതമാണ്. ഇങ്ങനെയുള്ള മാതാപിതാക്കളെ ചുരുട്ടിക്കൂട്ടിയിട്ട് വാപ്പ നിങ്ങൾക്കൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്കാക്കുകയും മരിച്ചു കഴിയുന്നതിന് മുമ്പേ വിരല് ഛേദിച്ചിട്ട് ആധാരത്തിൽ ഒപ്പിട്ട കഥ വരെ കേരളത്തിൽ അത്ര അന്യമല്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കണക്കുകൾ കൂട്ടുന്ന തന്ത്രജ്ഞരായി മക്കൾ മാറുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുകയും, ഞാൻ പറഞ്ഞത് വെറും പിരിവിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൂടി ഇതിൻ്റെ ഭാഗധേയമാക്കണം. മക്കൾ കാണട്ടെ ഈ പാലിയേറ്റീവ് സെൻ്ററിൽ. അതിനൊരു 10 വളണ്ടിയർമാരിങ്ങനെ പോയാൽ മാത്രം പോരാ, ഇടയ്ക്ക് നമ്മുടെ മക്കൾ പോകണം. എന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളൊന്ന് കുളിപ്പിച്ചു കൊടുക്കണം, പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വെച്ച് കൊടുക്കണം. ആ സമയത്ത് സ്വന്തം പിതാവ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അറപ്പില്ലാതെ ജാള്യതയില്ലാതെ സ്വന്തം അച്ഛൻ്റെ കാല് കഴുകി കൊടുക്കാനും സ്വന്തം അച്ഛൻ വ്രണമായി കിടക്കുമ്പോഴും കുളിപ്പിക്കാനും ഈ മക്കൾക്ക് സാധിക്കും. കാരണം എന്താണെന്നറിയോ? അവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആളാണ്. അഥവാ നമ്മളിരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ മക്കളെ അങ്ങനെ കൂടി വളർത്തണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിലേക്കും മൈസൂരിലേക്കും നമ്മൾ പോകുമ്പോൾ ആ പോക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, പക്ഷെ പിന്നീട് തിരിച്ചു വരുമ്പോഴോ മറ്റോ വൃദ്ധസദനത്തിലൊന്ന് കൊണ്ടുപോകണം. വൃദ്ധസദനത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മൂമ്മമാരെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മാമ്മമാരെ നിങ്ങൾ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം 2 കൈയും പിടിച്ചുകൊണ്ട് ആ വൃദ്ധസദനത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ 10 വയസ്സുകാരനായ കുട്ടി ഇമ്മനിപ്പൻ ഇങ്ങനെ ഒന്ന് നോക്കും. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവർക്ക് പറയാനൊന്നും അറിഞ്ഞുകൂടാ, പ്രസംഗിക്കാനൊന്നും അറിയില്ല, പക്ഷെ അവൻ മനസ്സിൽ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഇല്ല മാതാവേ, ഇല്ല പിതാവേ, നിങ്ങൾക്ക് ഈ ഗതി ഞാൻ വരുത്തൂല, ഈ ഒരവസ്ഥ നിങ്ങൾക്ക് ഞാൻ വരുത്തൂല എന്നാണ് അവൻ മനസ്സിൽ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ആശുപത്രികളിൽ ഇങ്ങനെ കിടക്കുന്ന പാവങ്ങളെ നിങ്ങൾ കൊണ്ടുപോകണം. ഇതേപോലെ തന്നെ ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കൂളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. അപ്പോഴാണ് ആ കുട്ടികൾക്കൊരു കോൺഫിഡൻസും വരിക. അക്ഷരങ്ങൾ അറിഞ്ഞ് അതെല്ലാം വായിച്ച് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ചീത്ത വിളിക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. ആ ടീച്ചേഴ്സ് അറിയില്ല എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവല്ല എന്ന്. വ്യത്യസ്ത കഴിവുകളാണ്. വ്യത്യസ്ത കഴിവുകൾ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കാനും ഇവിടെയില്ല. സബ്ജക്റ്റിന് പുറത്തല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ മക്കളെ വ്യത്യസ്ത കഴിവുകളിലൂടെയാണ് വളർത്തേണ്ടത് എന്നതാണ്. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പറയാം. ഇവിടെ A+ പോലും എങ്ങനെയാണെന്നറിയോ? ഇതപ്പോൾ നമ്മുടെ തഹാനി ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർ PhD ചെയ്യാണ്. അപ്പോൾ PhD ലോയിൽ ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ്. നിയമത്തിൽ അവൾ PhD ചെയ്യുന്നത്. കുട്ടികൾ A+ എടുത്തവർക്ക് എല്ലാ അംഗീകാരം നമ്മൾ കൊടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല പാട്ടുകാരന് A+ കിട്ടാറില്ല. നമ്മുടെ നാട്ടിൽ നല്ല ചിത്രകലാകാരന് ഒരിക്കലും A+ കിട്ടാറില്ല. നമ്മുടെ നാട്ടിൽ നല്ല ഫുട്ബോളർക്ക് ഇന്ന് വരെ A+ കിട്ടാറില്ല. നമ്മുടെ നാട്ടിൽ അതിമനോഹരമായി ഓർഗനൈസ് ചെയ്യുന്ന ഇതുപോലത്തെ ചെറുപ്പക്കാർക്ക് ലോകം ഒരിക്കലും A+ കൊടുക്കാറില്ല. നമ്മുടെ നാട്ടിലെ A+ മുഴുവനും അക്ഷരങ്ങളെ ഇങ്ങനെ തലയിലേക്ക് കയറ്റിയിട്ട് അതിനെ ഛർദ്ദിക്കുന്ന കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന പേരാണ് A+ എന്ന്. ആ A+ അല്ല നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടിക്കോട്ടെ നമ്മളെ കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത് A++ ആണ്. ഇന്ന് പഠിക്കുന്ന കുട്ടികളെ മിക്കവാറും ഇതിനൊന്നും കിട്ടലില്ല. അവർ എൻട്രൻസ് എഴുതുകയാണ്, അവരതിന് പോവാൻ, അവരിതിന് പോവാൻ. എന്നിട്ട് എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഉത്തുലുബില്ലിൽ മൗലൗബിസി എന്ന് പറഞ്ഞ മാതിരി ചൈനയിൽ പോയിട്ടെങ്കിൽ MBBS ഒക്കെ നേടിയിട്ട് വരും. എന്നിട്ട് ആളുകളിരുത്തുന്ന ഇങ്ങനെ മാന്തിയിട്ട് തിന്നാൻ തുടങ്ങി. എല്ലാ ഡോക്ടേഴ്സും അല്ലട്ടോ, ചില ഡോക്ടേഴ്സ് എങ്കിലും. കൊറോണയുടെ സമയത്ത് പോലും പ്രിയപ്പെട്ട കവി എഴുതിയല്ലോ നമ്മുടെ മലയാളത്തിൻ്റെ, കൊറോണ ബാധിച്ച് ബ്ലഡ് ഛർദ്ദിക്കുന്ന ആ അംശത്തിൽ പോലും നാണയത്തുട്ടുകൾ തിരിയുന്ന ഡോക്ടർമാരെ
വിശ്വഗുരന്മാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അഥവാ വെറും കണക്ക് കൂട്ടുന്നവർ ലോകത്തിൽ, ഡോക്ടേഴ്സ് പോലും താളം തട്ടുന്ന ലോകത്തിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ അവിടെ 2-3 ഡോക്ടേഴ്സിനെ കണ്ടു. അതിലൊരു ചെറുപ്പക്കാരൻ അവൻ്റെ പിതാവായിരുന്നു ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്ന് മറ്റുള്ളവർ അവൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ നമ്മളെ സംഘാടകൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊരു ചെറുപ്പക്കാരൻ നല്ല ഡോക്ടറായിട്ട്. ഇതിൻ്റെ പിന്നിൽ കുറേ ഡോക്ടേഴ്സും നിസ്വാർത്ഥമായ രീതിയിൽ നിങ്ങളോടൊപ്പം നിന്ന് തരികയാണ്. കണക്ക് കൂട്ടുന്ന ലോകത്തിൽ, കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ ഡോക്ടേഴ്സ് പോലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആക്കം കൂട്ടുന്ന കാലത്ത് ഡോക്ടേഴ്സും നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇനിവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, മുതിർന്നവർക്ക് വേണ്ടി ചെയ്യുന്നു, പാവം വ്രണപ്പെട്ട് കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ആളുകൾക്കും വേണ്ടിയിട്ട് ചെയ്യുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നു. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇനി ചില ആശങ്കകളുണ്ട്. ഞങ്ങളൊക്കെയും ചില ബിസിനസ്സും പരിപാടികളൊക്കെ ഉള്ളവർ തന്നെയാണ്. തുടങ്ങാൻ നല്ല എളുപ്പമാണ്, പക്ഷേ കൊണ്ടടക്കാൻ ഭയങ്കര പ്രയാസമാണ്. വജ്ജാട്ടൗലൊക്കെ ആനനെ വാങ്ങിയ കഥ എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ നാട്ടിലൊരു കഥയുണ്ട്. ആനനെ വാങ്ങാൻ എളുപ്പമാണ്, പക്ഷേ കൊണ്ടടക്കാൻ വലിയ പണിയാണ്. എന്താ ആൾക്കാർ ബെൻസ് വാങ്ങാത്തതെന്നറിയാം? ബെൻസ് എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയല്ല പറഞ്ഞത്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അത് വാങ്ങാനൊക്കെ പറ്റും, അതിനെ മേച്ചുകൊണ്ടടക്കാൻ വലിയ പണിയാണ് എന്നതാണ്. ഞാൻ ബെൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റതല്ല പറഞ്ഞത്, അതേമാതിരി തന്നെ ലക്ഷൂറിയസ് അതിന് പറ്റിയവരെ വാങ്ങുള്ളൂ എന്നുള്ളതാണ്. ഇതേപോലെ സെൻറ്റർ തുടങ്ങൽ എളുപ്പം, കാര്യങ്ങളൊക്കെ എളുപ്പം, മനോഹരമായ മുറ്റം. ഇവിടെ നാളെ ഒരു ഡിക്ലറേഷനും കൂടി വരികയാണ്. ആ ഡിക്ലറേഷനും കൂടി വന്നാൽ നിങ്ങളതിൻ്റെ ഭാഗമാകാൻ പോവാൻ. നമുക്ക് യൂസുഫ് അലി സാഹിബിനെ പോലെയോ അല്ലെങ്കിൽ വേറുള്ള നെസ്റ്റോ ബഷീർക്കയെ പോലെയോ സ്വന്തമായിട്ടൊരു സ്ഥാനമൊന്നും നമുക്ക് തുടങ്ങാൻ പറ്റൂല, പക്ഷേ നമ്മളതിൻ്റെ ഭാഗമാണ്. ഞങ്ങളെ കുറുമ്പത്തൂരിൽ ഞങ്ങളപ്പുറത്തെ മഹല്ലാണ്, എൻ്റെ ഭാര്യയുടെയൊക്കെ മഹല്ലാണ്. അവിടെ പള്ളിപ്പണി നടക്കുമ്പോൾ ഞാനതിൻ്റെ പ്രസിഡൻറ്റിനോട് ചെന്നിട്ട് ചോദിച്ച്, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടത്, ചെന്നിട്ട് ചോദിച്ച് എൻ്റെ വകയായിട്ട് എന്തെങ്കിലും തരട്ടെ എന്ന്. കാരണം എന്താണെന്ന് അതിൽ നമുക്കൊന്ന് ഭാഗതയാകാൻ ഓരോരുത്തരും അവരുടെ ആരാധനാലയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞില്ല, ഞങ്ങൾ ആരെടുത്തൊന്നും വാങ്ങണില്ല, ഞങ്ങളെ മഹല്ലേരന്നെ ഇതെന്താക്കും അങ്ങോട്ട് ചെയ്യുന്നത്, ഞങ്ങളെ മഹല്ലേരന്നെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങളെ മഹല്ലേരത്ത് ഇത്ര പൈസ ഉണ്ടോ? 3-3.5 കോടിൻ്റെ പള്ളിയാണ്, ഇത്ര പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അവരാകെ ഒറ്റ വാക്ക്, ഞാൻ എവിടെയും പിരിക്കലില്ല കേട്ടോ, എൻ്റെ പിരിക്കണ ഒരു പ്രസംഗം പോലും നിങ്ങൾ കാണൂല. ഗൾഫിക്ക് എന്നെ പരിപാടിക്ക് വിളിച്ച് ആദ്യം ചോദിക്കൽ പിരിവുണ്ടോ എന്നുള്ളതാണ്. അവിടെ ഞാൻ പിരിവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചില ഉദവിമാരെ പേരൊന്നും പറഞ്ഞില്ല, എന്നോട് ജിഫ്രി തങ്ങളാണ് ഉദ്ഘാടനങ്ങൾ വരണമെന്നറിയാം, ഞാൻ പറയും പിരിവുണ്ടോ എന്ന് ചോദിക്കും, ചെറുതായിട്ടുണ്ടെന്നറിയാം, ഞാൻ പോകില്ല. എല്ലാ ലോകത്തിലെ പരിപാടി ഞാൻ ക്യാൻസലാക്കില്ല, കാരണം ഞാൻ പിരിവിൻ്റെ ഒരാളല്ല. പക്ഷേ ഇവിടെയും പിരിവല്ല പറഞ്ഞത്, ഇത് നമ്മുടെ കരളാണ്, ഈ സ്ഥാപനം നമ്മുടെ ആത്മാവാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചോട്ടെ. ആ പള്ളിയുടെ പരിപാടി നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ ഇത്ര വ്യക്ത പൈസക്ക് മഹല്ലേരെ അടുത്തുണ്ടോ? അതിൽ പ്രസിഡൻ്റ് എന്നോട് പറഞ്ഞത്, അതിന് ഞങ്ങളെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇവിടെ നിന്നാണ്, സ്ത്രീകളുണ്ടല്ലോ ഇവിടെ നിന്നാണ്. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല. അങ്ങനെ പള്ളിപ്പണി ഉദ്ഘാടനം അന്ന് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം, അദ്ദേഹമാണ് അവിടുത്തെ കാളി. അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇന്ന് സ്ത്രീകൾക്ക് മൊത്തത്തിൽ പള്ളിയൊക്കെ ഒന്ന് കാണാനും എല്ലാറ്റിനും വേണ്ടിയിട്ട് ഒന്ന് അങ്ങനെ ഉണ്ടാവുമല്ലോ, നല്ല രസകരമായിട്ടത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. ആ സമയത്ത് അവിടുത്തെ സംഘാടകർ പറയാണ്, ഓരോ സ്ത്രീകളും വന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ടത്രേ, തൂണിൽ പിടിച്ചിട്ട് ചുമരിൽ പിടിച്ചിട്ട്, ഇതിലെവിടെയോ ഉണ്ട് എൻ്റെ ഒരു ചെറിയ പറ്റുകമ്മലയെന്ന്, ഇതിലെവിടെയോ ഉണ്ട് എൻ്റെ ചെയിനിൻ്റെ ഒരു അംശമെന്ന്, ഇതിലെവിടെയോ ഉണ്ട് എൻ്റെ ഒരു ചെറിയ വളയെന്ന്. ഒരു പള്ളി കയറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷേ ഒരു ചെറിയ രീതിയിൽ ഒരു കല്ല് കൊടുക്കാൻ നമുക്ക് കഴിയുമെന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയുണ്ട്. നാളെ നടക്കാനിരിക്കുന്ന പദ്ധതിയാകട്ടെ അതിമനോഹരമായ പദ്ധതിയാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് മുഴുവൻ റെഫർ ചെയ്യാറുള്ളത് അത് മൈസൂരിലേക്കാണ്. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജാബിർ, അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ഫാബി എന്നാണ്. എൻ്റെ മകളുടെ പേരും ഫാബി എന്ന്, എൻ്റെ മോളെ പേര് അവൻ്റെ മോൻ ഇട്ടത് ഫാബി ദുജാന മെഹജബിൻ എന്നാണ് എൻ്റെ മോളെ പേര്. അവളിവിടെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അതേമാതിരി ഫാബി എന്നുള്ള പേര് അവനും അവൻ്റെ കുട്ടിക്കിട്ടത്. ആ ഫാബി എന്ന കുട്ടിക്ക് ഇതേപോലെ അസുഖം വന്ന് വർഷങ്ങൾ 5-6 കൊല്ലം അവൻ്റെ താമസം പോലും മൈസൂരിലേക്ക് മാറ്റി. അവൻ്റെ ജോലി അത് ബാധിച്ചു, അവൻ്റെ കുടുംബ പശ്ചാത്തലത്തിനെ ബാധിച്ചു. ഇങ്ങനെ എത്രയോ ആളുകൾ ജോലി വിട്ടിട്ട് പോലും മൈസൂരിൽ പോയി താമസിച്ചിട്ട് ഈ കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ മലബാറിൽ ആദ്യമായി മൈസൂരിന് പകരമായി നിങ്ങളുടെ കാക്കുനിയിൽ അതേ സ്ഥാപനം വരാൻ വേണ്ടി പോവാണ്. ഇത് വെറുതെ ഉശിരോട് കൂടി പറയല്ല, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മറ്റാരും ഈ അവകാശം പറഞ്ഞ് വരില്ല. അവരത് തുടങ്ങട്ടെ എന്ന് നമുക്ക് പറയാം. ആ അവകാശത്തിൻ്റെ പിന്നിൽ നിങ്ങളുണ്ടാകണം.
ഈ ഇരിക്കുന്ന ഓരോ ആളുകളും നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസ എവിടുക്കാ പോവാന്നറിയോ? അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾ ഇങ്ങനെ നെക്കിപ്പിടിച്ച് പറയുമ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട്, നിങ്ങൾ നോക്കിക്കോ, ഓട്ടിസം ബാധിച്ചു വല്ലാണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാർ ഈ ഇടയ്ക്ക് ഇങ്ങനൊരു നോക്കലാണ്. ആ നോട്ടം തമ്പുരാനിലേക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ആ ഒരു നോട്ടം നോക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ പ്രാർത്ഥനയാണ്. ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ നൽകുന്നതിനേക്കാളും ഇത്തരം പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ആകാശത്തിൻ്റെ തമ്പുരാൻ്റെ അർശൊന്ന് കുലുങ്ങും. അവൻ്റെ ആ പീഠമൊന്ന് കുലുങ്ങാനുണ്ട്. ആ കുലുക്കമാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ പൂർണ്ണമായും കിടത്തിയിട്ട് ചികിത്സിക്കണം അവരെ, ഇത്തരത്തിലുള്ള ആളുകളെ. അതിനു വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ പ്രഖ്യാപനം നാളെ വരുമ്പോൾ നമ്മുടെ ദൗത്യം പോലെ അതിനെന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന ഒരു ഉത്തരവാദിത്ത ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ മാസത്തിൽ 3 ലക്ഷം രൂപയായിരുന്നു ഇതേവരെ ചെലവ് എന്നാണ് സഹോദരങ്ങളിൽ നിന്ന് ഞാൻ ചോദിച്ചറിഞ്ഞത്. അവർ പറഞ്ഞതല്ല. ഇനി ഒരു മാസത്തിൽ 5 ലക്ഷം രൂപയെങ്കിലും ചെലവുണ്ടാകുമെന്നാണ്. പക്ഷെ നിങ്ങളുണ്ടാകുമ്പോൾ കുറുമ്പത്തൂർ അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സൈദലവി ഹാജി പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ, അതിന് ഞങ്ങളെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇവിടെ എന്നാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങളെ വെച്ചുകൊണ്ട് അതിന് 100 രൂപയാകാം, 50 രൂപയാകാം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾക്ക് എന്താണോ ചെയ്ത് കൊടുക്കുക. 500 കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അതിനെന്താണെന്നറിയോ വേണ്ടത്? ബജറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ 10 ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതല്ല, ഞാൻ ബിസിനസ്സുകാർക്കും ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വരവ് ചെലവ്, ഇതേ നമുക്കറിയുള്ളൂ. ഈ വരവിൻ്റെയും ചെലവിൻ്റെയും ഇടയിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടേതായിട്ടുള്ള ഒരു നീക്കിയിരിപ്പിൻ്റെ ഭാഗമാണ് ബജറ്റ്. അതും പോരാ ബജറ്റ്, ആ പൈസ എങ്ങോട്ടൊക്കെ വിനിയോഗിക്കണം എന്നതാണ് ബജറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മലബാറിലെ ഒരൊറ്റ പെണ്ണുങ്ങളും, നിങ്ങളെ കളിയാക്കല്ല കേട്ടോ, ഗൾഫിൽ നിന്നുണ്ട് വരുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കലില്ല. എൻ്റെ അറിവിലില്ല, ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. അതായത് ഗൾഫിൽ നിന്ന് 20 കൊല്ലോ 30 കൊല്ലോ കഴിഞ്ഞിട്ട് ഭർത്താവെല്ലാം ഒഴിവാക്കിയിട്ട് ആ സാധു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഞാൻ ഗൾഫിൽ പോയി അധികം നിൽക്കലില്ല, ഞാൻ 10 ദിവസം അവിടെ നിന്ന് 20 ദിവസം ഇവിടെ അങ്ങനെ നിൽക്കലുള്ളൂ. കാരണം അവിടുത്തെ ആ ഷവറിൻ്റെ ചോട്ടാണ് നിന്നാൽ പിന്നെ കഷണ്ടി ഉറപ്പാന്ന്. ഷവറിൻ്റെ പ്രശ്നമല്ല, ടെൻഷനാണ്. വീട്ടിലെ ടെൻഷൻ, അതിൻ്റെ ടെൻഷൻ, ഇതിൻ്റെ ടെൻഷൻ. മിഠായി കൊടുക്കുക, ഇന്നലെ ഞാനൊരു മിഠായി കൊടുക്കൽ ഒഴിവാക്കി. മിഠായി കൊടുക്കാമെന്നും പറഞ്ഞാണ്ട് 1.25 ലക്ഷം മൊബൈൽ, 25 പവൻ്റെ പണ്ടം, എന്നിട്ട് പോണ എല്ലാവരുടെ കയ്യിലും എന്ത് ഈ പറയുന്ന ഓരോ കുറ്റി മിഠായികൾ. ഇതെന്തെങ്കിലും വലിയ പിന്നെ ചോക്ലേറ്റ് ഷോപ്പ് തുടങ്ങാൻ വേണ്ടി പോവുക. എന്തൊരു വൾഗർ എന്ന്, എന്തൊരു മോശത്തെ. ആരും മിഠായി കഴിക്കാത്ത ആൾക്കാരാണ്. ഈ മിഠായി കഴിച്ചിട്ട് വളരെ മോശമാണ്, വളരെ മോശം. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ നാട്ടിൽ വെച്ചിട്ട് കല്യാണം, എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹം അന്ന് ഷെയ്ഖ് മുഹമ്മദിൻ്റെ സെക്രട്ടറിയാണ്. ഷെയ്ഖ് മുഹമ്മദിൻ്റെ സെക്രട്ടറി, നേരെ സെക്രട്ടറി. അദ്ദേഹം ലണ്ടനൊക്കെ പോകുമ്പോൾ, അമേരിക്കയ്ക്കൊക്കെ പോകുമ്പോൾ കൂടെ പോകുന്ന ആൾ. ഒരുപാട് ആൾക്കാർ സെക്രട്ടറിമാരെന്ന് പറഞ്ഞാലും മരിച്ചില്ല അസ്ലം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഷെയ്ഖ് മുഹമ്മദിൻ്റെ സെക്രട്ടറിയാണ്. പുതിയെണ്ണ ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ച്, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, മോളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷംസുഖൻ്റെ കഥ ഞാൻ പറഞ്ഞു. ഷംസുഖ് എന്നോട് പറഞ്ഞു, സുലൈമാൻ സാറേ, എൻ്റെ മോളാണ് ഇറങ്ങണത്. ഭയങ്കര അഭിമാനബോധത്തോട് കൂടിയിട്ട് പറയും, എൻ്റെ മോളാണ് ഇറങ്ങണത്. നിങ്ങൾ നോക്കിൻ, ഒരാഭരണം പോലും അവൾ ധരിച്ചിട്ടില്ല. ആകുള്ളത് ഒരു നെക്ലസ്സാണ്, ഒരു നെക്ലസ്. അത് ദുബായ് ഷെയ്ഖിൻ്റെ പെണ്ണുങ്ങൾ കൊടുത്തതാണ്, ഷെയ്ഖ കൊടുത്തതാണ്. അതുകൊണ്ട് മാത്രം അവളിടണം, അല്ലെങ്കിൽ അതും എടുക്കാതെയാണ് പോകാമെന്ന്. എനിക്കറിയാവുന്ന വലിയൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ മകള് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യയിൽ പോയി പഠിച്ചു വന്നു. ഭയങ്കര യാത്രക്കാരും ഭയങ്കര ഭ്രമമുള്ള ആളേനും. പക്ഷെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മഹറായിട്ട് പോലും സ്വർണം പാടില്ല. അത് നിങ്ങൾക്ക് നടക്കൂല, നിങ്ങൾ കൊടുക്കുക വാങ്ങുക എന്തെങ്കിലും ചെയ്തോളി. മഹറായിട്ട് പോലും സ്വർണം വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഖുർആനായിട്ടാണ് എന്താക്കിയത്. എനിക്ക് അതിലും വലിയൊരു സാധനം ഈ ലോകത്തിലില്ലാത്തതുകൊണ്ട് അത് മഹർ തന്നാൽ മതി, അത് വേണോ വേണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ കുട്ടി പറഞ്ഞതാണ്, എനിക്ക് അതും തന്നാൽ മതി, വേറെ സ്വർണം, മഹറായിട്ട് പോലും സ്വർണം വേണ്ട. അങ്ങനത്തെ കാലം ഇപ്പോൾ. പക്ഷേ നമ്മൾ ഇന്ന് 25 പവൻ്റെ 20 പവൻ്റെ ആഭരണം ജാള്യതയില്ലാതെ കൊണ്ടുപോയി കൊടുക്കുക. എത്ര മോശമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാനതിന് മോശം തന്നെ പറയാം. കാരണം ഓരോ ആൾക്കാർക്കും, ഞാൻ ഇപ്പം JCBയിലാണ് പുതിയാപ്പിള പോലെ, JCBയിൽ പുതിയാപ്പിള പോവുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അങ്ങോട്ട് അതിക്രമിച്ചിട്ടുണ്ട്. അത് മതപരമല്ല എന്നുള്ള കാര്യം ഉറപ്പം. മാറി മാറി വരുന്നതൊന്നും അതല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണ്. മതത്തിൻ്റെ ആചാരങ്ങൾക്കൊരു സ്ഥായിയായ ഭാവം ഉണ്ടാവും. നിസ്കാരം അങ്ങനെ ളുഹർ 4 റക്അത്ത് നിസ്കരിച്ച് നമുക്ക് തോന്നുന്നു കഴിഞ്ഞ് 12 ആക്കണം, അങ്ങനെ മാറ്റാൻ പറ്റുമോ? നോമ്പ് 30 ദിവസം ഞാൻ 35 ദിവസമാക്കണം എന്ന് മാറ്റാൻ പറ്റുമോ? ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതേമാതിരി നേരെ മറിച്ച് ഹൈന്ദവരുടെ വിവാഹങ്ങൾ, ഞാൻ ഹൈന്ദവർ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഞാൻ വരുന്നത്. ഇപ്പുറത്ത് പാഴിയോട്ട് മന, അപ്പുറത്ത് പാക്കത്ത് മന, ഇപ്പുറത്ത് ആഴ്വാഞ്ചേരി മന, ഇതിൻ്റെ ഒക്കെ നടുന്ന ഞാൻ വരുന്നത്.
ഞാനൊരിക്കൽ എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ പ്രസംഗിക്കാൻ പോകാനുണ്ട്. ഇവൻ വിളക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇജാണ്ട് കയറോടും ചെന്ന് പറഞ്ഞു ഇല്ല മുഹൂർത്തമായിട്ടില്ല. അവർ മുഹൂർത്തം നോക്കിയിട്ടേ കയറും. മുഹൂർത്തം നോക്കിയിട്ട് നിലവിളക്ക് പിടിച്ച് അമ്മായിമ്മ അടുത്തുള്ളവരൊക്കെ പാടെ ഭയങ്കര ഉഷാറാക്കി. ഞാൻ തമാശ പറഞ്ഞാൽ കയറോടും ഇങ്ങനെ നോക്കിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മുഹൂർത്തമായിട്ടില്ല എന്ന്. അപ്പോൾ അവരുടെ മുഹൂർത്തത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. അത്ര ഉഷാറായിട്ട് അവർ പോകണം, നമ്മൾ JCBയിലോ പോകണം. നമ്മളിതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാനത് കുറ്റപ്പെടുത്തല്ല. ഇങ്ങനെ ആചാരങ്ങളും ഈ കാണുന്ന മാമൂലുകളും നടത്തി നമ്മൾ കടമ്പേറി നിൽക്കുകയാണ്. പക്ഷേ കോട്ടയത്തോ പത്തനംതിട്ടയിലുള്ള ഒരു സ്ത്രീയോട് നമ്മളിത് പറയേണ്ട കാര്യമില്ല. ഞാൻ അവരെ പുകഴ്ത്തി പറയല്ല. ഗൾഫിക്ക് കോട്ടയത്തുകാരി പോയാലേ, അവർ UK-ലും US-ലൊക്കെ ഭർത്താക്കന്മാരുണ്ട്. അവർ പോയി കഴിഞ്ഞിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ബജറ്റ് അറിയാവുന്ന പെൺകുട്ടികളവർ. അതുകൊണ്ട് മാസത്തിൽ 25,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അയച്ചു കൊടുത്താൽ അവരൊരു കുറിയിൽ ചേരും. ആ കുറി അവർക്ക് പലിശ അല്പം പിന്നെ ഹലാലായിരിക്കും, അതൊക്കെ വേറെ. പലിശ ഇല്ലാത്ത കുറികളുണ്ടല്ലോ. ആ കുറിയിൽ ചേരും. എന്നിട്ട് 5 ലക്ഷം 10 ലക്ഷം കുറി അടിക്കും. ആ കുറി അടിച്ചു കഴിഞ്ഞാൽ അവരെന്താക്കൂല, അതുകൊണ്ടായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യൂല. അതായിട്ട് പോയിട്ട് 5-10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കും. ആ സ്ഥലം ഒരു 5 കൊല്ലം കഴിഞ്ഞ് വെക്കുമ്പോഴേക്ക് അത് 30 ലക്ഷമായിട്ടുണ്ടാവും. അതായിട്ട് പിന്നെയും സ്ഥലം വാങ്ങിക്കും. എന്നിട്ട് അവിടെ പറമ്പച്ചോടച്ചിട്ട് കച്ചവടമല്ല, അങ്ങനെ പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് വെക്കും. ചുരുക്കി പറഞ്ഞാൽ 30 കൊല്ലത്തിന് 6 എപ്പിസോഡുകളാക്കി അല്ലെങ്കിൽ 8 എപ്പിസോഡുകളാക്കിയിട്ട് ഈ ഭർത്താവ് ആകെ അയച്ചു കൊടുത്തത് മാസത്തിൽ 20,000 തന്നെയാണ്. അതിൽ നിന്ന് ബജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ചെലവ് ചുരുക്കിയിട്ട് വരുമാനത്തിൽ നിന്ന് കുറച്ച് മിച്ചം വെച്ച് ഇതൊക്കെ ആക്കി ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ട് ഈ ഭർത്താക്കന്മാരും കണ്ട് വരുന്ന സമയത്ത് തിരിച്ച് പദ്ധതി തുടങ്ങാൻ അങ്ങോട്ട് കൊടുക്കുന്നത് 1 കോടി രൂപയാണ്, 75 ലക്ഷം രൂപയാണ്. നമ്മുടെ മലബാറിലെ ഒരു കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾക്ക് ഇത് അറിഞ്ഞുകൂടാ. ആ സാധു കണ്ട് വരാത്തത് തന്നെ ഇവിടെ കട ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്നോ നിർത്തിയിട്ട് വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ആ ബജറ്റിൻ്റെ സിസ്റ്റം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ നടപ്പിലാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിനു വേണ്ടി നിങ്ങൾ അങ്ങനെ നടപ്പിലാക്കണമെന്നും പറയുന്നില്ല. ഞാൻ ആദർശ പ്രസംഗം നടത്താനല്ല ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളൊരു മാസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിന് നമ്മുടെ പഴയ ഉമ്മാമ്മമാരെ നിങ്ങൾ ആലോചിക്കണം, പഴയ അമ്മൂമ്മമാരെ നമ്മൾ ആലോചിക്കണം. ഈ പഴയ കാലത്തൊക്കെ ഓരോരുത്തരും റോഡും പാലൊക്കെ അന്ന് രാഷ്ട്രീയക്കാരെല്ലാം കൂടി ചെയ്തു വരൂല. അവർ വരുന്ന സമയത്ത് കാത്തിരുന്നിരുന്ന ആളുകൾ അന്ന് നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഓരോന്നും നടന്നത്. ഇപ്പതാ 10,000-കണക്കിന് പള്ളികൾ, 10,000-കണക്കിന് മദ്രസകൾ. ഇതൊക്കെ എങ്ങനെ ഉണ്ടായെന്നറിയോ? ഇപ്പോഴത്തെ കാലത്തൊക്കെ വലിയ കോടീശ്വരന്മാർ കയറ്റുന്നുണ്ടാവും. ഒരു പിടി അരി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അന്ന് കഞ്ഞിക്ക് വകയില്ലാത്ത സമയം പ്രിയപ്പെട്ട ഉമ്മാമ്മ, നമ്മുടെയൊക്കെ ഉമ്മമാർ, എനിക്കോർമ്മയുണ്ട് ആ കാലം. അഥവാ ഒരു നാഴി അരി കഴുകാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇടുമ്പോൾ ആ സമയത്ത് കയ്യൊന്നിങ്ങനെ കാണിക്കും. ആ കയ്യിലിങ്ങനെ കിട്ടുന്നത് ഒരു കുടുക്കയിലേക്ക് ഇടും. അതിന് 1 പിടി അരി എന്നാ പിന്നെ സാഹിത്യകാരന്മാർ വിളിച്ചത്. സാഹിത്യകാരന്മാർ ഏത് പേരും വിളിച്ചോട്ടെ, ആ 1 പിടി അരി പെരുകിയാണ് ഒരു കുടുക്കയിലെ അരിയാകുന്നത്. അതുകൊണ്ടായിരുന്നു പിന്നീട് പള്ളി, അതുകൊണ്ടായിരുന്നു മദ്രസ, അതുകൊണ്ടായിരുന്നു അമ്പലങ്ങൾ ഇതൊക്കെ നിർമ്മിച്ചത്, ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ നടന്നത്. ഇന്ന് നമുക്കതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇനി 1 പിടി അരിക്കു പകരം നമ്മുടെ ഭർത്താക്കന്മാർ 10,000-15,000 അയച്ചാൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തേക്കണം. ഒരുപാട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നിരന്തരമായി മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഇന്നതിലേക്ക് ഞാൻ എത്ര കൊടുക്കും കേട്ടോ എന്ന് പറയുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ പറയാം. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, അഥവാ ഈ അടുത്ത കാലത്തായി ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ പെൺകുട്ടികൾക്കും ഇവിടെ ഇരിക്കണം എല്ലാവർക്കും അത്യാവശ്യം എന്താക്കണം എന്നറിയോ? ഞാൻ ഭർത്താക്കന്മാരോടാണ് പറയൽ. ഭർത്താക്കന്മാരോട് ഞാനത് അങ്ങനെ തന്നെ പറയാറുണ്ട്. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് തരാൻ ഞാൻ അവരോട് പറയാറുണ്ട്. ഒരു പക്ഷേ പെൺകുട്ടികൾക്ക് അഥവാ നിങ്ങളുടെ ഭാര്യമാർക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണമെന്ന് ഭർത്താക്കന്മാരോട് നിരന്തരമായി പറയുന്നൊരു പ്രഭാഷകനാണ് ഞാൻ. അഥവാ അവരുടെ ബിസിനസ്സിൽ 5% പാവം വീട്ടിൽ നിന്ന് തിരിയുന്ന പാവപ്പെട്ട ഉമ്മമാർക്ക് അഥവാ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കണമെന്ന്, നിങ്ങളുടെ ഉമ്മമാർക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണമെന്ന്. അതെന്തിനാണെന്നറിയോ? ഇതേപോലെ ഓരോ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാതെ എടുത്ത് കൊടുക്കാൻ പറ്റണം. ചോദിക്കാതെ എടുത്ത് കൊടുക്കാൻ. ഞാൻ എൻ്റെ ഉമ്മ മരിച്ചിട്ട് അപ്പുറത്തുള്ള പിന്നൊരു സ്ത്രീ മരിച്ചു. എൻ്റെ ഉമ്മയുടെ നല്ല കാര്യം പറഞ്ഞോട്ടെ. അതായത് അപ്പുറത്ത് പിന്നെ ഒരു സ്ത്രീ മരിച്ചു. അന്ന് അതിൻ്റെ മോള് പറയാണ്, ഈ കാതിക്കടുക്കട കമ്മൽ, അതൊരു പാവപ്പെട്ടൊരു സ്ത്രീയുടെ മോളാണ്. ഈ കമ്മലുണ്ടല്ലോ എൻ്റെ ഉമ്മ തന്നതാണ്. ഞങ്ങൾ മക്കളാരും അറിഞ്ഞിട്ടില്ല, ഉമ്മ എടുത്ത് കൊടുത്തതാണ്. കാരണം കുഞ്ഞു എന്ന് പറയുന്ന ആ പാവം സ്ത്രീ, എന്നെ കുഞ്ഞു എന്നാ വിളിക്കല്, കുഞ്ഞിമ്മ എന്നറ്റ പേര്. ആ സ്ത്രീക്ക് ഭർത്താവ് മരിച്ചു പോയതാ, 2 പെൺകുട്ടികളാ. അതിന് കമ്മല കൊടുത്തത് ഞങ്ങൾ മക്കളാളും അറിഞ്ഞിട്ടൊന്നുമല്ല.
കാരണം അതങ്ങോട്ട് എടുത്ത് കൊടുത്തതാണ്. അതറിയുന്നത് ഉമ്മ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് സ്വന്തമായും കൊടുക്കാനും ഒരു ഡിഗ്നിറ്റി വേണം. അതിനാണ് ഈക്വാലിറ്റി വേണ്ടത്. പുരുഷന്മാരെ പോലെ സാമ്പത്തികപരമായ അവസ്ഥകൾ നമുക്കും ഉണ്ടാകണം. നമുക്കും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ. അതിന് ഭർത്താക്കന്മാരുടെ അവകാശം പോലെ നിങ്ങൾ പറയണ്ട. ഞങ്ങളെ ഭർത്താക്കന്മാരോട് അഥവാ ആണുങ്ങളോട് പറയാറുണ്ട് പ്രഭാഷണത്തിൽ, ദയവ് ചെയ്ത് നിങ്ങൾ 3 കൂട്ടർക്ക് ഏറ്റവും ചുരുങ്ങിയത് പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. ഒന്ന് നിങ്ങളുടെ പിതാവിനാണ്. എല്ലാം ഒഴിവാക്കി നാട്ടിലെത്തുമ്പോൾ ആരോരുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് പിതാവിന് നമ്മുടെ ബിസിനസ്സിൽ ഒരു 5% പാർട്ട്ണർഷിപ്പ്. അതേപോലെ തന്നെ നമ്മുടെ ഉമ്മക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. അന്ന് മുതൽ നമ്മുടെ ബിസിനസ് ഇങ്ങനെ തഴച്ച് വളരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഉമ്മയുടെ കണ്ണുനീര് അത് 2 തെറ്റിയാൽ ആകാശത്തിൻ്റെ തമ്പുരാൻ്റെ അർശ് പോലും കിടുങ്ങുമെന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞാൻ എത്രയോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ നാട്ടിൻ്റെ തട്ടപ്പുറത്ത് നാട്ടുകാരൻ 10-70ഓളം ഷോപ്പ് അദ്ദേഹത്തിനുണ്ട്. എല്ലാ ഷോപ്പും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാറുള്ളത് സ്വന്തം മാതാവിനെയാണ്. അപ്പുറത്ത് അറബികളുണ്ടാവും, ഇപ്പുറത്ത് അറബികളുണ്ടാവും. 73 വയസ്സുകാരിയായ ഉമ്മാനെ കൊണ്ടാണ് എല്ലാ ഷോപ്പും ഉദ്ഘാടനം ചെയ്യിപ്പിക്കാറ്. അദ്ദേഹം പറയാറുണ്ട്, ഉമ്മ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം എൻ്റെ ഉമ്മയുടെ കയ്യ് അത്രയും പുണ്യമാക്കപ്പെട്ടതാണ്. എല്ലാ ഉമ്മാരുടേതും ഇങ്ങനെ തന്നെയാണ്, എല്ലാ ഉപ്പാരുടേതും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹവും സമ്പർക്കമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചിട്ട്, ദാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പാവപ്പെട്ട ഒന്നിനും പറ്റാത്ത 8 പൊട്ടും തിരിയാത്ത കുട്ടികളെ പോലെ കളിക്കുന്ന 40-കാരന് അല്ലെങ്കിൽ 50-കാരന് അല്ലെങ്കിൽ 20-കാരന് ഒന്നും അറിയാത്ത പാവം കുട്ടികൾക്ക് എൻ്റെ സഹായം എത്തണമിക്ക. അതുകൊണ്ട് അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം എന്നവരോട് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം തീരുമാനത്തിലോ അല്ലാതെയോ ആയിട്ട്, ഞാൻ ആർക്കും വേണ്ടിയുമല്ല സംസാരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്നോ ഒരിക്കൽ നിങ്ങൾ കൊടുത്ത സമ്പത്ത് കൊണ്ട് ഒരു പാവം കുട്ടി ഇവിടെ കഞ്ഞി കുടിക്കും, ഒരു പാവം കുട്ടി ഫിസിയോതെറാപ്പി ചെയ്യും. ആകാശത്തിന്റെ തമ്പുരാന്റെ നേരെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ ഉയർത്തും. ആ സമയത്ത് അള്ളാന്റെ സിംഹാസനം കിടുങ്ങണം, ദൈവം തമ്പുരാന്റെ സിംഹാസനം കിടുങ്ങണം. അതിനാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും എല്ലാ മാസത്തിലും 50 രൂപയെങ്കിൽ 50 രൂപ, 100 രൂപയെങ്കിൽ 100 രൂപ കൊടുക്കാം. ഞങ്ങൾ ഈ സ്ഥാപനം നിലച്ചു പോകില്ല, ഒരിക്കലും അത് അസ്തമിക്കില്ല. ഞങ്ങളുള്ളിടത്തോളം കാലം ജഗന്നിയന്താവ് അതിന് കരുത്ത് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നന്നാകുമെന്ന് തോന്നുന്നു. ആരൊക്കെയാണോ അതിന് ഒരുക്കമുള്ളത് അവർ പറ. അഥവാ ഒരുക്കമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. 50 രൂപയെങ്കിൽ 50 രൂപ, 100 രൂപയെങ്കിൽ 100 രൂപ, 1000 രൂപ കൊടുക്കാൻ പറ്റുന്നവർ 1000. അതല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്തു കൊടുക്കാമെങ്കിൽ അങ്ങനെ, 1 ലക്ഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഈ സ്ഥാപനം നിലക്കില്ല, ഇത് അന്ത്യനാൾ വരെ നിലനിൽക്കും. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. മരിക്കുന്നതിന് മുമ്പേ നമുക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അതിലേറ്റവും വലിയ കർമ്മമാണ് ദയ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇതിൻ്റെ ഭാരവാഹികൾക്കും എന്നെ കേട്ട എല്ലാവർക്കും, നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുണ്ട്, ഇത് വുമൻസ് കോൺക്ലേവ് അല്ല, ഇത് ഇവരുടെ ചാരിറ്റിയാണ്. നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ, നിങ്ങൾ ആളുകളുടെ കണ്ണുനീരൊപ്പുമ്പോൾ നിങ്ങളുടെ ബേജാറ് തീർക്കാൻ, നിങ്ങളുടെ പ്രയാസം തീർക്കാൻ ഈ കാക്കുനിയുടെ ചുറ്റുവട്ടത്തെ പെൺകിടാങ്ങളുണ്ട്, ഉറപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ദയ. അസ്സലാമു അലൈക്കും.